അപ്പോൾ വാക്കുകൾ പാതിയിൽ നിർത്തി. അരുത് കുഞ്ഞേ, നീ ആരാണെന്നോ നീ പറഞ്ഞ ആരെക്കുറിച്ചാണെന്നോ എനിക്കറിയില്ല. പക്ഷേ മോളെ ഒന്നു മനസ്സിലായി. നിന്റെ നെഞ്ചു പിടയുക അവനെ ഓർത്ത്. നീ എന്നെ ആദ്യം വിളിച്ച് പാട്ടീന്നല്ലേ? ആ സ്ഥാനത്ത് നിന്ന് എന്നെ പറയുക. മക്കള് കരയണ്ട, കടുത്ത തീരുമാനങ്ങളും എടുക്കണ്ട. അവൻ നിനക്കുള്ളതാണെങ്കിൽ നിന്റെ അടുത്ത് തന്നെ വരും. നെഞ്ച് നീറിയുള്ള എൻ്റെ മോളുടെ കണ്ണീര് ഈശ്വരൻ കാണും. അതുകൊണ്ട് കരയരുത്. അലിവോട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്വന്തം മടിയിലേക്ക് അവളെ ചായ്ച്ച് കിടത്തിയവർ. ഉറങ്ങിക്കോ, എല്ലാം നേരെയാവും. മുടിയിഴകളിലൂടെ ഒഴുകുന്ന ആ വിരലുകളുടെ തണുപ്പേറ്റ് അവൾ പതിയെ കണ്ണുകൾ അടച്ചു. മോളെ. വീണ്ടും പാട്ടിയുടെ സ്വരമായിരുന്നു ദേവെന്ന സ്വപ്നത്തിലാണ്ട് കിടന്നിരുന്ന അവൾ ഉണർത്തിയത്. കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ അതേ പുൻസിരിയോടെ തന്നെ അവർ അരികിലുണ്ടായിരുന്നു. എണീക്ക് മോളെ, പാലക്കാട് അടുത്തു. അവർ പുഞ്ചിരിച്ചു. തിരികെ ഒരു പുഞ്ചിരിയെങ്കിലും നന്ദി സൂചകമായി നൽകണമെന്ന് മോഹിച്ചെങ്കിലും ഉള്ളിലെ എരിയുന്ന കനൽ അവൾ അതിനനുവദിച്ചില്ല. നിർവികാരമായി തന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവളുടെ കവിളിൽ അവർ അലിവോടെ തഴുകി. പാട്ടിയുടെ പ്രാർത്ഥനകളിൽ എന്നും മോളുണ്ടാവും. ഈ കണ്ണീര് തോരുമ്പോൾ വരില്ലേ നീ ഈ പാട്ടിയെ കാണാൻ? അവർ ചോദിക്കുമ്പോൾ യാന്ത്രികമായി തലയനക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഇതാണ് എൻ്റെ അഡ്രസ്സ്, വരണം, പാട്ടി കാത്തിരിക്കും. ചെറിയൊരു തുണ്ട് പേപ്പർ അവൾക്ക് നീട്ടി അവർ പറഞ്ഞു. അത് വാങ്ങി അവരുടെ മാറിലേക്ക് ഒതുങ്ങുമ്പോൾ അതുവരെ ചേർത്തണച്ചതിന് പകരമായി അതിലും അപ്പുറമൊന്നും നൽകാനുണ്ടായിരുന്നില്ല അവളെ. എൻ്റെ വീടും പാലക്കാട് തന്നെയാ. എനിക്കൊരു കൊച്ചുമോ മാത്രമേ ഉള്ളൂ. അവൻ കൊച്ചാ, +2 കഴിഞ്ഞു. ചോദിക്കാതെ തന്നെ അവർ പറയുമ്പോൾ അവൾ വെറുതെ കേട്ടിരുന്നു. അപ്പോഴേക്കും ട്രെയിൻ പാലക്കാട് സ്റ്റേഷനിൽ നിന്നിരുന്നു. പോട്ടെ കണ്ണ. അവളെ ചേർത്ത് പിടിച്ച ആ നെറുകയിലൊന്ന് മുത്തി അവസാനമായി പറഞ്ഞിട്ട് അവർ തൻ്റെ കുഞ്ഞു ബാഗുമായി പുറത്തേക്ക് നടന്നു. പിന്നാലെ സോജയും. ഒരു ഓട്ടോയിൽ പടിപ്പുരക്ക് മുന്നിൽ വന്നിറങ്ങുമ്പോൾ തന്നെ കണ്ടു മുറ്റത്ത് നിന്ന് നിരത്തിയിട്ട കൊപ്ര കാലുകൊണ്ട് ഇളക്കിയിടുന്ന പത്മയെ. അമ്മ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് പുണരുമ്പോൾ ആ മുഖം അമ്പരപ്പിൽ വികസിച്ചിരുന്നു. ജാനി, നീ എതുക്ക് സൊല്ലാതെ വന്നിരിക്കേ? അവർ അതിശയത്തോടെ ചോദിക്കുമ്പോൾ ആ കരങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് കരയാതിരിക്കാൻ പെടാപ്പാടുപിടിക്കുകയായിരുന്നു സോജ. ഏയ് ഒന്നുമില്ലമ്മ, കുറച്ചു ദിവസം ഇവിടെ വന്ന് ഉങ്ങൾ കൂടെ നിൽക്കാൻ തോന്നിടിച്ച്, അപ്പതാ കലമ്പിട്ടെ. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചുണ്ടുകളെന്തോ വിചാരിക്കുന്നിടത്തേക്ക് വഴങ്ങാത്ത പോലെ. അപ്പ എങ്കേ? തൊടിയിലെങ്കേയോ ഇருக்கு. എന്നാലും എനക്കൊരു കോൾ പണക്കൂടാതെ ജാനി. അവർക്ക് പരിഭവം ഒഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്താ അമ്മ, ചിന്ന കുഴന്തയാ? ആമ, നീ എങ്ങൾക്ക് എപ്പോഴുമേ ചിന്ന കുഴന്തതാ. മുഖം വീർപ്പിച്ചുകൊണ്ട് പത്മ അകത്തേക്ക് നടന്നു. നീങ്ക സ്വന്ന മാതിരി ചിന്ന കുഴന്തയായ പോതുമമ്മ, എപ്പോതുമേ. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രമേൽ നോവില്ലായിരുന്നു അമ്മ. ഉയര് വലിക്കറപ്പാ. നെഞ്ച് അമർത്തി തടവി അവൾ സ്വയം മന്ത്രിച്ചു. പിന്നെ ഒരു ശവം പോലെ മുകളിലേക്കുള്ള മരക്കോണി കയറി. മുറിയിലെത്തി കിടക്കിലേക്ക് കുഴഞ്ഞു വീഴുമ്പോഴും ഉള്ളിൽ നിറയെ അവൻ മാത്രമായിരുന്നു. ദേവ് എന്നെ തിരയുന്നുണ്ടാവുമോ? അവൾ വെറുതെ ഓർത്തു. ഉണ്ടാവും. ചെയ്തുപോയ തെറ്റോർക്കുമ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞ നിമിഷത്തെ ശപിക്കുന്നുണ്ടാവും. പക്ഷേ ദേവ്, എനിക്ക് വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. അത്ര നേരം മാത്രമെങ്കിലും നിങ്ങൾ എൻ്റെ മാത്രമായിരുന്നല്ലോ. അത്രമേൽ പ്രണയത്തോടെ സോജാന്ന് വിളിച്ചല്ലോ, നെഞ്ചിൽ ചേർത്ത് പിടിച്ചല്ലോ, ചുംബിച്ചല്ലോ, പ്രാണൻ പകുത്തല്ലോ. മതി ദേവ്, ഇത്രയുമേ ഈ പെണ്ണിന് വിധിച്ചിട്ടുണ്ടാവും. അത് മതി എനിക്ക്. പക്ഷേ എങ്ങനെയൊക്കെ അടക്കാൻ ശ്രമിച്ചിട്ടും നെഞ്ചിലെ ഭാരം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ ചോർന്നൊലിച്ചുകൊണ്ടിരുന്നു. മരിച്ചു പോകുമോ എന്ന് പോലും ഒരു നിമിഷം അവൾ ഭയന്നു. അത്രമേൽ ഹൃദയം പിടയുന്നു. ശ്വാസം പോലും വിലങ്ങി നിൽക്കുന്നു. അവനെയൊന്ന് കാണാൻ, ആ നെഞ്ചിൽ വീണു നനറിക്കറിയാൻ അവളുടെ നെഞ്ചം വല്ലാതെ മോഹിച്ചു. നീ ഇത്രമേൽ എന്നെ വെറുത്തുപോയോ സോജ? പ്ലീസ് ഒരു പ്രാവശ്യം മാത്രം ഫോൺ എടുക്ക് സോജ. എനിക്ക് പറയാനുള്ളത് നീ കേൾക്ക്. ബെഡിൽ നിന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. ഒരിക്കൽ കൂടി സോജയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിട്ടും ഫലം കാണാതെ വന്നപ്പോൾ അവൻ ധൃതിയിൽ എണീറ്റ് ഫ്രഷ് ആവാനായി പോയി. ഷവറിൽ നിന്ന് വീണ്ടുകൊണ്ടിരിക്കുന്ന കുളിർ ജലത്തിന് പോലും എരിഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ ഹൃദയത്തിലെ താപമകറ്റാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് അവൻ്റെ മുമ്പിൽ അവളുടെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ വൈദേഹി എന്നൊരു ചിന്ത പോലും അവനിലേക്ക് വന്നതേയില്ല. മാധു, നീ എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ഒന്നും കഴിക്കേണ്ട നിനക്ക്? ധൃതിയിൽ പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് നിഷ വിളിച്ചു. അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരാം, അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. മാധു. പിന്നെ ഈ അമ്മയിൽ നിന്ന് വിളികേട്ടതും അവൻ അസ്വസ്ഥയോടെ തിരിഞ്ഞു.
എന്താ അമ്മേ, ഞാൻ ഉടനെ വരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ ഇങ്ങനെ പിന്നീന്ന് വിളിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോടാ? എനിക്കെന്ത് വിഷമം? അമ്മ ഇതെന്തൊക്കെയായി ചോദിക്കുന്നത്? ഒരുപക്ഷെ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റെവിടേക്കോ നോട്ടം പാറിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം. അല്ല, പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നിന്നിൽ നിന്നുണ്ടാവുന്നതേ, അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ. എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അങ്ങനെ. അല്ലാതെ അമ്മ ഇതുപോലെ ഒന്നുമില്ല. അവൻ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും നിഷയുടെ കണ്ണുകൾ മകൻ്റെ ഓരോ ചലനങ്ങളിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. അത് മാത്രമല്ല മാധു, ഞാൻ പറഞ്ഞത് കൊച്ചിലെ മുതലേ നിന്റെ കാര്യങ്ങളൊക്കെ നീ സ്വയം ചെയ്തോളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഡ്രസ്സിങ്ങിലൊക്കെ നീ അന്നു മുതലേ വല്ലാതെ പെർഫെക്റ്റ് ആയിരുന്നു. ഡ്രസ്സ് അയൺ ചെയ്യാൻ നീ ഇടാറേ ഉണ്ടായിരുന്നില്ല. എത്രയൊക്കെ തിരക്കായിരുന്നെങ്കിലും ആ കാര്യത്തിലൊന്നും നീ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ലായിരുന്നു. എന്നിട്ടിന്ന് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ മനസ്സിൽ എന്തൊക്കെയോ. നിഷയുടെ വാക്കുകൾ കേട്ട് നിൽക്കുമ്പോൾ ദേവ് ഒരു ഞെട്ടലോടെ അവരെയും പിന്നാലെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അപ്പോഴാണ് പതിവിന് വിപരീതമായി അയൺ ചെയ്യാത്ത, അതിലുപരി തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഷർട്ടാണ് താൻ ധരിച്ചിരിക്കുന്നത് അവന് ശ്രദ്ധിച്ചത്. അതോടെ നിഷയുടെ മുമ്പിൽ നിൽക്കാനെന്തോ വിഷമം പോലെ തോന്നി അവനൊന്ന് പതറി. അതമ്മേ, ഞാൻ പെട്ടെന്ന് ധൃതിയിൽ ഇറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചില്ല. അവൻ വാക്കുകൾക്കായി പരതി. സാരമില്ല മാധു, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയോട് പറയാട്ടോ. എൻ്റെ മോന് ആരുമില്ലെങ്കിലും എപ്പോഴും അമ്മയുണ്ടാവും. അവർ പറഞ്ഞതും ദേവ് മുന്നോട്ടാഞ്ഞവരെ കെട്ടിപ്പിടിച്ച് ആ കവിളിലൊന്ന് ചുണ്ടമർത്തി. ഞാൻ പോയിട്ട് വരാമേ. അവർ നോക്കി നിൽക്കെ തന്നെ ദേവിൻ്റെ കാർ പുറത്തേക്ക് പാഞ്ഞു പോയി. തൽക്കാലം എനിക്ക് അമ്മയോട് പറയാൻ നിവൃത്തിയില്ല അമ്മേ, പക്ഷേ വൈകാതെ എല്ലാം ഞാൻ അമ്മയോട് പറയും. അതിനുമുമ്പ് എനിക്കറിയേണ്ടത് അവളുടെ സമ്മതമാണ്. അത് കിട്ടും വരെ, അവളുടെ ശരീരത്തിനൊപ്പം ആ മനസ്സും പൂർണ്ണമായി എനിക്ക് സ്വന്തമാകും വരെ എനിക്ക് ആരോടൊന്നും പറയാൻ കഴിയില്ല. അതിനുശേഷം ഞാൻ വരും അമ്മയുടെ മുന്നിലേക്ക്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സോജയും ഉണ്ടാവും. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒരു കൈകൊണ്ട് താടി രോമങ്ങൾക്കിടയിൽ പരതിക്കൊണ്ട് അവൻ